മാന്യരായ നമ്മുടെ മദ്രസ ക്ഷേമ ബോർഡിൻ്റെ കൂടി ചെയർമാൻ ആയ റസാഖ് MLA അവർകൾ, ബഹുമാന്യരായ പുനലൂർ ജലീൽ സാഹിബ്, ഇവിടെ ഒരുമിച്ച് കൂടിയ നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, നാഷണൽ ലീഗിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അതിൽ അവരുടെ സ്വീകരണത്തിനും പരിപാടികൾക്കുമൊക്കെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും മദ്രസ ക്ഷേമ ബോർഡിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു ബോഡി മെമ്പർ കൂടിയായ ഞാൻ ഇതിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ സേവനത്തിനെ വളരെ അസുഖകരമായ അവസ്ഥയിൽ പോലും അതിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് മദ്രസ ബോർഡിനെ നല്ല നിലയിൽ കൊണ്ടുപോകുവാൻ അതീവ ശ്രമം നടത്തുന്നതിൽ ഞാൻ പ്രത്യേകമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മദ്രസ മുഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ചെയർമാൻ അവറുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ സമൂഹത്തിലൊരു തെറ്റിദ്ധാരണ പടർത്തുന്നതിനായി വിവിധ കോണുകളിൽ നിന്ന് മുഅല്ലിംകൾക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള സർക്കാരാണെന്നും മുഅല്ലിംകൾക്ക് അനർഹമായ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകുന്നത് സർക്കാരാണെന്നും ക്ഷേമ ബോർഡും ക്ഷേമനിധിയുമൊക്കെ നൽകുന്നത് സർക്കാരാണെന്നും എല്ലാ നിലയിലും ഈ മുഅല്ലിമീങ്ങൾ സർക്കാരിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമം പല ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അതിന് ഉചിതമായ വാചകങ്ങളിലൂടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അവറുകൾ തടയിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സർക്കാർ പല സന്ദർഭങ്ങളിലുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന സമയത്ത് പ്രതികരിക്കാത്തത് കൊണ്ട് നിയമസഭയിലൊക്കെ സമയത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ പ്രതികരിച്ചെങ്കിലും ആ പ്രതികരണം മറുപക്ഷത്തിൻ്റെ മൈലേജ് കൂട്ടുന്ന രീതിയിൽ കുറേ കാലം അനുവദിച്ചു കൊടുത്തതിന് ശേഷമാണ് എപ്പോഴെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ ശത്രുപാളയത്തിലേക്ക് ഈ ഒരു സ്പ്രെഡായി ന്യൂസ് അങ്ങ് പോവുകയും അത് ആവശ്യമില്ലാത്ത ആൾക്കാർ അതിനെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അപ്പോഴൊന്നും മിണ്ടുകയില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റ് ചില ആൾക്കാരുടെ പ്രസ്താവനകൾ വന്നാൽ അതിന് ഉടനടി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട ചെയർമാൻ ഈ മുഅല്ലിമീങ്ങൾക്ക് ശമ്പളവും മറ്റ് കാര്യങ്ങളിലും ആനുകൂല്യങ്ങളും നൽകുന്നില്ല, സർക്കാരല്ല നൽകുന്നത് എന്നും ഈ മുഅല്ലിം ക്ഷേമനിധിയിലേക്ക് മുഅല്ലിമീങ്ങളായ മെമ്പർമാർ അടയ്ക്കുന്ന തുകയുടെ വിഹിതമാണ് അവർക്ക് ക്ഷേമനിധിയായി കൊടുക്കുന്നതെന്നും കേരളത്തിൽ മറ്റിതര ക്ഷേമനിധികളിൽ നിന്ന് വ്യത്യസ്തമായുള്ള വലിയ വമ്പിച്ച തുക അടച്ചിട്ടാണ് ഈ മുഅല്ലിമീങ്ങൾക്ക് ക്ഷേമനിധിയുടെ സൗകര്യം കിട്ടുന്നത് എന്നത് ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ അവറുകളുടെ ഈ സേവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അദ്ദേഹത്തിന് നല്ല ആയുസ്സും ആരോഗ്യമുള്ള ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിൽ സംഘടനയുടെ അല്ല, പക്ഷേ ഞാൻ ഈ മദ്രസ ബോർഡിൻ്റെ മെമ്പർ എന്ന നിലയിലും സംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.